ഹായ്, എല്ലാവരുടെയും ഒരു സംശയമാണ്. ചേച്ചി, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ നേർച്ച ചെയ്താൽ പറ്റുമോ, അല്ലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെ എൻ്റെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി ഞാൻ ഈ നേർച്ച ചെയ്താൽ ഫലിക്കുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആർക്ക് വേണ്ടി നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാലും നേർച്ച കഴിച്ചാലും ഫലിക്കും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ മക്കൾക്ക് ഒരസുഖം വന്നു, നമ്മൾ എവിടെയെല്ലാം വഴിപാടും നേർച്ചയും കഴിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതുപോണക്ക് തന്നെയാണ് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചാലും നേർച്ച കഴിച്ചാലും ഫലിക്കും. പക്ഷേങ്കിൽ നമുക്കൊരു ജോലി വേണം, ഒരു വിവാഹക്കാര്യം നടക്കണം, അല്ല ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവനവൻ തന്നെ മുന്നിട്ടിറങ്ങണം. എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചാലല്ലേ എൻ്റെ വിശപ്പ് പോകുള്ളൂ, നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, എന്നാലല്ലേ വിശപ്പ് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കാണോ ആവശ്യം നമ്മൾ നേർച്ചയും പ്രാർത്ഥനയും ചെയ്യുന്നൊപ്പം അവരും നമ്മുടെ കൂടെ ഇരുന്ന് ഈ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരും പ്രാർത്ഥിക്കണം. അല്ലാതെ മൊബൈലും അല്ലെ ടി വിയും കണ്ടിട്ട് എൻ്റെ അമ്മയും അച്ഛനും അല്ല എൻ്റെ സഹോദരങ്ങൾ ഇരുന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ച കഴിക്കുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടുമെന്നും പറഞ്ഞിരുന്നാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാതെ നേർച്ചയും കാഴ്ചയും മാത്രം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തുനിന്നും ആർക്കും ഒരു ജോലിയും കിട്ടാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് പരിശ്രമമായിരിക്കണം എല്ലാവരുടെയും വിജയത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ കോടീശ്വരനാണെന്ന് പറഞ്ഞ് പേരെ കയറിയിരുന്നാലൊന്നും ആരും ഒന്നും ആകത്തില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തൊട്ട് ഇന്ന് പരിശ്രമിച്ച് നോക്കുക. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്തേച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പറ്റാത്ത